വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഹോം ഡെക്കർ ഐറ്റംസ് മീഷോന്ന് പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലീജിയസ് കോട്ടിൻ്റെ സ്റ്റാൻഡാട്ടോ. ഇത് വളരെ ചെറുതാണ്, നമുക്ക് ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമുക്ക് എളുപ്പം തന്നെ ഫിറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഫിറ്റ് ചെയ്ത സമയത്ത് മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഞാൻ ഫിറ്റ് ചെയ്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ട്സ് വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് വെച്ചത്. അപ്പം ഈ ഒരു പൊസിഷനിൽ വേണം നമ്മളത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ക്രിസ്ത്യൻ റിലീജിയസ് കോട്ട്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതേപോലത്തെ പല റിലീജിയൻ്റെ കോഡ്സും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കോഡ്സും അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ വാങ്ങിയത്. നമുക്ക് ടേബിളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ നമുക്ക് ടേബിൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രെയർ റൂമിലാണെങ്കിലും വെക്കാം. കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ബെഡ്റൂംസിലോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് കോഡ്സ് ആണ്. നെക്സ്റ്റ് ആണ് ഒരു അടിപൊളി സാധനമാണ്. ഇതും ഒരു ട്രേ ആണ്, പക്ഷേ ഇത് വീലുള്ള ട്രേ ആട്ടോ. ഞാനിത് പക്ഷേ അടുക്കളയിൽ ട്രേ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഞാനിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ ചെടിച്ചട്ടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെടിച്ചട്ടിയല്ല, സെക്യുലൻ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ പോയി കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ ഇത് വെക്കാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇത് ഹോം ഡെക്കർ പോലെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ക്യാൻഡിൽസ് വെക്കാനും അങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വെക്കാനൊക്കെ ആയിട്ട്. എനിക്കിതിൽ കുറച്ച് ഡിഫക്റ്റീവായിട്ടുള്ളൊരു സാധനമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ നല്ല പ്രൊഡക്റ്റ് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇത് ഒറിജിനൽ മരം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അങ്ങനെ മിക്സോ അങ്ങനെയൊന്നുമല്ല, നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള മരം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഡെസ്കൊക്കെ നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചൊരു ഡെക്കറേഷൻ പോലെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങും കേട്ടോ. വീല് അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങുന്നൊരു സാധനമാണ്. നെക്സ്റ്റ് ഓൺ ഞാനൊരു പോസിറ്റീവ് കോട്ട്സിൻ്റെ ഹാങ്ങിങ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് അത്യാവശ്യം കോട്ട്സ് എഴുതിയിട്ടുള്ള ഒരു ഹാങ്ങാണ്. നമുക്ക് ബെഡ്റൂമിലൊക്കെ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക സിറ്റ് ഔട്ട് അല്ല, അതായത് നമ്മുടെ മെയിനായിട്ടുള്ള ഹാളിലൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയുള്ള ഡെക്കറേറ്റാണ്. കുറച്ച് പോസിറ്റീവായിട്ടുള്ള കോട്ട്സൊക്കെയാണ്, നമുക്ക് ഹാങ് ചെയ്യാം. അത്യാവശ്യം വലിപ്പമുണ്ട്, എന്നാൽ തീരെ അങ്ങനെ ചെറുതുമല്ല, എന്നാൽ ഭയങ്കര വലുതുമല്ല, ഒരു മീഡിയം സൈസിൽ നിൽക്കുന്നതാണ്. കുറച്ച് പോസിറ്റീവായിട്ടുള്ള കോഡ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ കോഡ്സ് വരുന്ന മോട്ടിവേഷണൽ കോഡ്സ് വരുന്ന ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പം അതേപോലെ തന്നെ വേറൊരു സാധനമാണ്. അപ്പോൾ അതും മീഷോന്നാണ് പർച്ചേസ് ചെയ്ത്, ഇതും മീഷോന്നാണ്. പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കട്ടിയുണ്ട്, സ്ട്രിങ് ഒക്കെ ആണെങ്കിലും കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് വാൾ ഹുക്കിലൊക്കെ ഒട്ടിച്ച് വെക്കാം കേട്ടോ. ആ ഒരു ഹുക്കിന് വരെ താങ്ങാൻ പറ്റുന്ന വെയിറ്റ് ഒക്കെ ഉള്ളൂ. എന്നാൽ തീരെ അങ്ങനെ വെയിറ്റ്ലെസ്സും അല്ല. നമുക്ക് അത്യാവശ്യം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടി വീഴാത്ത ടൈപ്പ് ഒരു സാധനമാണിത്. നെക്സ്റ്റ് വണ്ണും ഒരു ട്രേ ആണ്. ഇതും മരത്തിൻ്റെ ട്രേ തന്നെയാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ അടുക്കളയിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാൻഡിൽസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പൂജാമുറിയിലൊക്കെ നമുക്ക് ചെറിയ ദൈവത്തിൻ്റെയൊക്കെ രൂപങ്ങളുണ്ടല്ലോ, അതൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ജസ്റ്റ് സ്റ്റൈലിംഗ് പോലെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കിച്ചണിലും നമുക്ക് യൂസ് ചെയ്യാം. ഗ്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള സാധനമാണ്. കംപ്ലീറ്റ്ലി മരമാണ് വരുന്നത്, നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള മരമാണ്. ഒരു മരം കട്ട് ചെയ്ത മാതിരിയുള്ള ടൈപ്പ് ഒരു ഡിസൈനാണ് വരുന്നത്. ഞാൻ തൊട്ട് നോക്കി എല്ലാം നോക്കിയപ്പോൾ ശരിക്കും പ്യുവർ മരം തന്നെയാണ്. അപ്പം ഇതും നല്ല ചീപ്പ് റേറ്റിന് കിട്ടുന്ന സാധനം കേട്ടോ. ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല ഇതിന്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ്, അന്ന് അത്ര വെയിറ്റും ഇല്ല. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാനാണേലും നമുക്ക് ഈ ഒരു ട്രേ യൂസ് ചെയ്യാം. അപ്പോൾ ഓവറോൾ ആയിട്ട് ഈ കാണിച്ചതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഏത് ഐറ്റമാണ് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. അതേപോലെ തന്നെ ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ പേരിലേക്ക് ഷെയറും ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.